അങ്ങനെ അതും നടന്നു. ഏയ്, ഇതങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. ആയോ, നീ ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് അഭിനയിച്ചിട്ട് വന്നേ, ഒന്ന് പേടിക്കട്ടെ. നീ എന്താ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പൊ പോയി ശരിയാക്കി കൊടുക്കാം. അല്ല, ഈ ആയു ഇതെങ്ങോട്ടാ പോന്നെ? ഇപ്പൊ കണ്ടോ? നീ ഇതുപോലെ എന്റെ അടുത്ത് വരുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ലാരു. ഞാൻ വിചാരിച്ചല്ല എന്നോട് ഇതുപോലെ സ്പാർക്കൊക്കെ തോന്നുന്നു. അല്ല, എന്താ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച്? സൂര്യ, വാ നമുക്കൊന്നും പുറത്തു പോവാം. പുറത്തു പോകാനോ? അല്ല, എന്തിനായോ? വേറെ ആരുമില്ലേ അവിടെ? എന്റെ ബോയ് ഫ്രണ്ട് എവിടെ ഉള്ളപ്പോ ഞാനെന്താ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നേ? വാ സൂര്യ. സൂര്യ വരില്ലായോ? വരില്ലെന്ന് നീ തീരുമാനിച്ചാൽ മതിയോ? അവൻ എന്റെ ബോയ് ഫ്രണ്ടാ. ഞാൻ വിളിച്ച അവൻ എവിടെയും വരും. എടി ആയോ, അത് നമ്മളിവളെ എന്റെ വിളയെന്ന് ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്തു, നീ ആക്സെപ്റ്റ് ചെയ്തു. നമ്മൾ പിന്നെ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ആയി. ഇനിയിപ്പൊ അത് ഇത് അവളെ വിളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ എന്റെ കൂടെ വരുന്നോ അതോ ഇല്ലയോ? സൂര്യ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ? ആരു? ഞാൻ സൂര്യ, ഇത്രയും ദിവസം ഗേൾ ഫ്രണ്ടിനെയും ബോയ് ഫ്രണ്ടും പോലും നടന്നിട്ട് ഇപ്പൊ നിനക്ക് ആയോടെ വേണ്ടേ? പറയ്. ഇങ്ങനെ പോയാ പ്രശ്നം വഷളാകുമല്ലോ. ഇതേ പ്രശ്നം വഷളാകുമെന്നാ തോന്നുന്നേ. അപ്പോ എന്റെ ആയുന് അവനെ ശരിക്കും ഇഷ്ടമായിരുന്നല്ലേ? ആയു, നീ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ ഇവളെ പറ്റിക്കാൻ വേണ്ടിട്ട് അഭിനയിച്ചല്ലേ ഇതൊക്കെ? നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? സൂര്യ, നിനക്കിങ്ങനെ നിന്റെ മുഖത്ത് നോക്കി പറയാൻ തോന്നി. അപ്പൊ നീ എന്നെ സ്നേഹിച്ചിരുന്നില്ലേ? നിങ്ങൾ രണ്ടും നിർത്തുന്നുണ്ടോ? പാവത്തെ കരയിച്ചടി. കുട്ടിക്കാലം മുതലേ എന്റെ ആയു ആഗ്രഹിച്ചെല്ലാം ഞാൻ കൊടുത്തിട്ടേ ഉള്ളൂ. ഇതും ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. എനിക്കെന്റെ ആയുവാണ് വലുത്. പക്ഷെ ആരു, ഞാൻ ആയുവിനെ സ്നേഹിച്ചിട്ടില്ല. നീ അവളെ സ്നേഹിക്കുന്നില്ലായിരിക്കാം, പക്ഷെ അവള് നിന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ. അങ്ങനെ നീ തീരുമാനിച്ച മതിയാരും. എങ്ങനെ? എനിക്ക് മനസ്സിലായില്ല. അയ്യോ, എനിക്ക് വേണ്ട നിന്റെ സൂര്യ. നിന്റെ സൂര്യ നീ തന്നെ വെച്ചോ. അപ്പൊ നീ ഞങ്ങളെ പറ്റിച്ചേർന്നല്ലേ കള്ളി? ആക്ച്വലി ഇതെന്റെ ഐഡിയ. നിങ്ങളുടെ സ്നേഹം ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടെന്നേ ഉള്ളൂ. എന്നാലും വല്ലാത്തൊരു പരീക്ഷണമായി പോയി. പക്ഷെ അറ്റാക്ക് ഒന്ന് ചത്തില്ലെന്നേ ഉള്ളൂ. അബി, നീ എന്താ ഇവിടെ വന്നിരിക്കുന്നേ? അത് ഞാൻ വെറുതെ. അപ്പത് നടന്നത് വല്ലതും നീ അറിഞ്ഞോ? അറിഞ്ഞല്ലോ. അറിഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിവേ, കൺഗ്രാറ്റ്സ്. കൺഗ്രാറ്റ്സോ? എന്തിന്? അല്ല, നീയും സൂര്യയും. ഒലക്ക. അതെ, എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് മുങ്ങിയ ഇങ്ങനെ ഇരിക്കും. ഞാനും സൂര്യൻ തമ്മിൽ ഒന്നുമില്ല, ജസ്റ്റ് ഡ്രാമയായിരുന്നു. ഡ്രാമയോ? ആ, ഡ്രാമ. അവളെ ജെലസ് അടിപ്പിക്കാൻ വേണ്ടി ഞാനും ഐഷും കൂടെ കാണിച്ച വേറൊരു ഡ്രാമ. ഓ, നിന്റെയൊക്കെ ഒരു ഡ്രാമ. ഞാൻ ഇല്ലാണ്ടായി പോയി, അറിയോ നിനക്ക്? ഞാൻ എങ്ങനെ അറിയാനാ? അല്ല, നീ എന്തിനാ ഇല്ലാണ്ടായത്? അത് പിന്നെ 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 എന്താ പറ. അടങ്ങി നിൽക്കു പെണ്ണെ അവിടെ. നീ എന്താ ചെയ്യുന്നേ? എന്തായി ചെയ്യുന്നെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നീ നേഴ്സറി പഠിക്കുന്ന കുട്ടിയൊന്നും അല്ലല്ലോ. അതല്ല, എന്നെ എന്തിനീ പിടിച്ചു വെച്ചിരിക്കുന്നേന്ന്. ദേ പെണ്ണെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും നീ എൻ്റെ, അതിനൊരു മാറ്റവും. അത് ശരി, എപ്പോ തൊട്ട്? ദാ ഇപ്പൊ തൊട്ട്. ഇവിടെ എല്ലാവരുടെയും മാവ് പൂത്തു. എന്റെ മാവിന് ഏത് ജന്മത്താണോ പൂക്കാൻ പോകുന്നത്? എന്താണാവോ അണ്ണാനെ പോലെ ഇങ്ങനെ ഇരിക്കുന്നത്? ഇവിടെ എല്ലാ അമ്മമാർക്കും പെണ്ണായി, എനിക്ക് മാത്രം പെണ്ണുമില്ല പെടക്കോഴിയില്ല. അപ്പുറത്തെ വീട്ടിൽ കുറച്ച് പെടക്കോഴിയുണ്ട്, എടുത്തോണ്ട് തരട്ടെ? അതെടുത്ത് എന്റെ മറ്റൊന്നുകൊണ്ട് കൊടുക്കടി. മനുഷ്യവിടെ ചങ്ക് പൊട്ടി ഓരോന്ന് ആലോചിച്ച് നോക്കുമ്പോഴാ അവളുടെ ഒരു തമാശ. കാര്യം പറഞ്ഞപ്പോ അവളൊരു പുച്ഛം. എന്റെ പുറകിന് പെണ്ണില്ലെന്നല്ല, നമ്മുടെ കോളേജിൽ സ്വാതിയില്ലേ, അവൾക്ക് എന്നെ ചെറിയൊരു നോട്ടമുണ്ട്. അതിലെന്തായാലും ഞാൻ പിടിച്ചു കയറും. അങ്ങനെ എന്റെ മാവും പൂക്കും. പിടിച്ചോ, അവസാനം നാടും കുത്തി താഴെ വീഴാതിരുന്നാ മതി. ഇറങ്ങിപ്പോലെ മരപട്ടി എന്റെ മുറിയുന്നു. വിഷ്ണു. ആ, എന്താടോ? എനിക്ക് കുറച്ച് വിഷ്ണുവോട് പേഴ്സണലി സംസാരിക്കാനുണ്ട്. ഐഷു, താനൊന്നും മാറി നിൽക്കാവോ? അതെന്തിനാ ഞാൻ മാറി നിൽക്കുന്നത്?
എന്റെ മുന്നിൽ വെച്ച് പറയാൻ പറ്റുന്നതാണെങ്കിൽ നീ പറഞ്ഞാൽ മതി. വിഷ്ണു, ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാ താനൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക. ഐഷു എന്ത് ഇമ്പോർട്ടൻ്റ് എന്നല്ലേ അവള് പറയുന്നത്. അപ്പോ നീ ഒന്ന് മാറി നിൽക്ക. ആ ഇനി പറയടോ, എന്താ കാര്യം? വിഷ്ണു, ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ ദിസ്. എനിക്ക് തന്നെ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ താൻ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറയാതെ തന്നെ എന്താ ഞാൻ ഉദ്ദേശിച്ചെന്ന് വിഷ്ണുവിന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. യു മീൻ യു ലവ് മീ? യെസ്. പെട്ടെന്ന് മറുപടി പറയണമെന്നില്ല, പയ്യെ ആലോചിച്ച് പറഞ്ഞാൽ മതി. ഞാൻ വെയിറ്റ് ചെയ്യാം. ഇവിടെ ആരും അവന്റെ മറുപടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. ഐഷു കൂൾ. അത് താനല്ലല്ലോ പറയണ്ടേ, അവനല്ലേ പറയണ്ടേ. അവൻ പറയട്ടെ. ഓരോന്ന് ഒളിഞ്ഞു എന്ന് കേട്ടിട്ട് വന്നിരുന്ന് പറയാ. ഇതൊക്കെ പറയാ നീ ആരാ? ഞാൻ പറയും പറയാനുള്ള റൈറ്റ്സ് എനിക്കുണ്ടെന്ന് എന്നെ കൂട്ടിക്കോ. അതവൻ തന്നിട്ടുമുണ്ട്. പിന്നെ ഞാൻ ആരാന്ന് അറിയേണ്ട കാര്യം നിനക്കില്ല. ഒരു കാര്യം ഞാൻ പറയാം വിഷ്ണു, അവൻ എന്റെയാണ്, അല്ല നിന്റെ അല്ല. സംശയം അവരോട് എന്നെ ചോദിച്ചു നോക്ക്. ആ അതെ, ഐഷു പറഞ്ഞത് കറക്റ്റാ. ഞാൻ അവളുടേതും അവൾ എന്റേതുവാ. ഞാൻ വേറൊരു പെണ്ണിനെയും സ്നേഹിക്കില്ല. കേട്ടല്ലോ, ഇതിൽ കൂടുതൽ എന്ത് തെളിവാ നിനക്ക് വേണ്ടേ? വെറുതെ ഇവിടെ നിന്ന് ചമ്മാതെ ഒന്നും പോടി പെണ്ണേ. ഐഷ, ഐ വിൽ ഷോ യു ഹു ഐ ആം. നീ ഞാൻ ഇഷ്ടപ്പെട്ടതിനാണ് തട്ടിപ്പറിച്ചെടുത്തിരിക്കുന്നത്. എനിക്കറിയാം നിങ്ങൾ തമ്മിൽ ഒന്നുമില്ലാന്ന്. പക്ഷേ ഞാൻ കാണിച്ചു തരാം നിനക്ക്. എന്റെ പൊന്ന ഐഷു, നീ എന്തൊക്കെയാ വിളിച്ച് കൂവിയത്? ഞാനിവിടെ സിംഗിളായിട്ടിരിക്കുമ്പോ നീ അങ്ങനെ കമ്മിറ്റഡായി സൂക്ഷിക്കണ്ട. അത് മാത്രമാണോ റീസൺ? ആണെന്ന് എന്റെ കണ്ണി നോക്കി നിനക്ക് പറയാവോ? എന്റെ മറുപടി എന്താന്ന് എന്റെ കണ്ണി നോക്കിയാലും നിനക്ക് മനസ്സിലാക്കാലോ.